സീനത്തമൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ലേ റഷ്യ? തീർച്ചയായും. അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കണം. സീനത്തമനായിട്ടുള്ള അഭിനയിച്ചാലേ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന 6 മണിക്ക് ഷൂട്ടിങ്ങിൻ്റെ കാര്യം യൂഷ്വൽ 6 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ സീനത്തമാൻ, ഞാൻ, രാജീവ് നാഥ് എല്ലാവരും കൂടി നടക്കാൻ പോകുന്നത് ഈ തണുത്തുറഞ്ഞ നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാണ്. ശരിക്കും മഞ്ഞൊക്കെ ഇങ്ങനെ വൃക്ഷങ്ങളിലൊക്കെ മഞ്ഞുണ്ടാവും. അപ്പോൾ അവർ അത് ഒരു ഹാലജൻ ലാമ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു മഞ്ഞ നിറമുള്ള മഞ്ഞ് എന്നൊക്കെ പറയാവുന്ന അതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സീനത്തമാൻ പഴയ പർവീൻ ബാബിയുടെ എത്ര അമിതാഭ് ബച്ചൻ എനിക്ക് അന്ന് ആ സമയത്താണ് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞത്. അതിന് ഓട്ടോബയോഗ്രഫി എനിക്ക് ഒരു കോഫി ടേബിൾ ബുക്കാണ് അതെനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് എനിക്ക് ബച്ചൻ എന്ന ആ മനുഷ്യനോട് ഭയങ്കരമായിട്ടുള്ള അയാളുടെ ഒരു ഫോൾ ആൻഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവർ ചോദിച്ചു എനിക്ക് അമിതാഭ് ബച്ചൻ ഒന്ന് വിളിച്ചു തരൂ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു. പുള്ളി എടുത്തില്ല. ഷൂട്ടിങ്ങിൽ എന്തായിരുന്നു ക്യൂബ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു 10:45 ഒക്കെ ആയപ്പോൾ ഇദ്ദേഹം തിരിച്ച് വിളിക്കുന്നു. സീനത്ത് എനിക്ക് ഫോൺ തന്നു. സീനത്ത് പറഞ്ഞു ഇങ്ങനെ വൺ ഓഫ് മൈ കോ ആർട്ടിസ്റ്റ് വോണ്ട് ടു സ്പീക്ക് ടു യു. വീണോ അത് ആ പേരുണ്ടല്ലോ, ഹായ് അമിതാഭ് ബച്ചൻ. ദാറ്റ് വാസ് ലൈക്ക് മറ്റേ ദ നെയിം ഇസ് ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ദ നെയിം ഇസ് അമിതാഭ് ബച്ചൻ. കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല, കുറച്ച് നേരം ഞാനിങ്ങനെ കുഴഞ്ഞു വീണില്ലാന്നേ ഉള്ളൂ. അപ്പം ഹി വാണ്ട്സ് ടു സ്പീക്ക് ടു യു. ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് ടു യു. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ദാറ്റ് വാസ് വൺ മൊമെന്റ്. പിന്നെ അവർ പറഞ്ഞ പഴയ കുറെ ഇവരുടെ ജൂഹു ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പഴയ കഥകൾ, ഈ പർവീൻ ബാബി, കബീർ ബേഡി, പ്രതിമ, IS ജോഹർ എന്നൊക്കെ പറഞ്ഞാൽ വുമനൈസർ പാർ എക്സലൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ ഇങ്ങേരുടെ കഥകൾ, അവരുടെ എന്താണ് ജൂഹു ബീച്ചിലുള്ള അവർ ഈ ഫെയറൊക്കെ വെച്ച് ഹാങ് ഔട്ട്സും. ഇനി അടുത്ത ചിത്രങ്ങൾ പ്രോജക്ട്സ് ഒക്കെ ഏതാ? അടുത്ത് ഇപ്പം ഞാൻ ചെയ്തത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ഇപ്പം നന്നായിട്ട് കമേഴ്സ്യലി സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ സജി സുരേന്ദ്രൻ്റെ ഇവർ വിവാഹിതരായ. സജി എന്ന് പറഞ്ഞാൽ എനിക്ക് അവനും ഞാനും ഒരുമിച്ച് തുടങ്ങിയതാണ്. ഡിസംബർ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടെലിഫിലിം ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ഒരു കോളേജിലായിരുന്നു, അത് യൂണിവേഴ്സിറ്റി കോളേജിൽ. അന്ന് ഞങ്ങൾ ശരിക്കും ഒരു 1000 രൂപയാണ് ഞങ്ങളുടെ മുടക്ക് മുതൽ. അതിന് എടുത്തു പറയേണ്ട പേര് വേണുനാഗവള്ളിയുടെയാണ്. വേണുചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനൊരു നടനോ അവനൊരു സംവിധായകനോ ചിലപ്പോൾ ആവില്ല. ഭയങ്കര ഇരട്ടി മധുരമായിരുന്നു. കാരണം ഇവർ വിവാഹിതരായിരുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു. അതിന്റെ കഴിഞ്ഞ ആഴ്ച എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ശരിക്കും മലയാളം സിനിമയിൽ ഇപ്പോൾ ഒരു വിഫ് ഓഫ് റിഫ്രഷ് ആയിട്ടല്ലേ? ഡെഫിനറ്റ്ലി അല്ലേ? ഒരുപാട് പുതിയ ഇപ്പം രഞ്ജിത്ത് ശങ്കർ, പിന്നെ പാസഞ്ചർ എടുത്ത സ്വാതി ഭാസ്കർ, കറൻസി, സജി സുരേന്ദ്രൻ, ഇവർ വിവാഹിതരായ, അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർ. ഇപ്പോൾ ഇനിയും വരാനുള്ളതെല്ലാം പുതിയ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു അതിന് ഫേവറബിൾ ആയിട്ടുള്ള എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ. ഇനി ഒരു ചോദ്യം വളരെ പേഴ്സണൽ ആണ്, എന്നെ അടിക്കുന്നു എന്ന് ചോദിച്ചാൽ, when you act, people have told or might have told you, you have a mix of Mammootty and Suresh Gopi in you. More. Mammootty, I have Mammootty in me, I have Mohanlal in me, I have maybe Suresh in me, Amitabh Bachchan in me. Oh really? അത് ഞാൻ കണ്ടിട്ടില്ല. അതെ, I have so much. കാരണം this is very simple in the sense, ഒരു നഴ്സറി കുട്ടി അവൻ്റെ ടീച്ചറെയാണ് അനുകരിക്കുക. അപ്പം ഞങ്ങളുടെ ജനറേഷൻ ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും പിന്നെ സുരേഷ് ഏട്ടനും ദിലീപേട്ടനും ഒക്കെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത അവരെ എന്നല്ല, നെടുപടി വേണം, തിലകൻ സാർ, ഭരത് ഗോപി, ഇത് ഫിക്സ്. കാരണം ഇപ്പം അവരുടെ തുടക്ക കാലഘട്ടം എന്ന് ആലോചിച്ചല്ലോ. മമ്മൂക്ക ഹാഡ് ഹെവി ഇൻഫ്ലുവൻസസ് ഓഫ് സുകുമാർ, മോഹൻലാൽ ഹാഡ് ഹെവി ഇൻഫ്ലുവൻസസ് ഓഫ് നെടുമുടി വേണു ആൻഡ് ഭരത് ഗോപി. ഇപ്പം പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന സിനിമയിൽ ഭരത് ഗോപി ഉപയോഗിച്ച ചക്കിൾസും അദ്ദേഹത്തിൻ്റെ ചിരികളും ചമ്മലുകളുമാണ് പിന്നെ ലാലേട്ടൻ്റെ എല്ലാ ഇതിലും വന്നത്. ദിസ് ഇസ് നോട്ട്, കാരണം ഇത് നമ്മുടെ റെഫറൻസ് പോയിന്റ്, ലേണിംഗ് പ്രോസസ്സാണ്. ഇത് നമ്മളൊരു അൺടൈങ് ആണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അങ്ങനത്തെ ഇൻഫ്ലുവൻസുകളുണ്ട്, എല്ലാവരിലും ഇല്ലേ. ഇപ്പോൾ ദിലീപ് ഏട്ടൻ ഹാസ് സോ മച്ച് ഓഫ് ജയറാമനും, ജയസൂര്യ ഹാസ് സോ മച്ച്, പൃഥ്വിരാജ് ഹാസ് സോ മച്ച് ഓഫ് മോഹൻലാലിനും, മുകേഷ് and him. അപ്പോൾ അത് that happens. It's a conglomeration. പക്ഷേ ആൾക്കാർ ഇതിങ്ങനെ പറയുമ്പോൾ you don't get irritated. Yeah, definitely not irritated. പിന്നെ നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ എവിടെയാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത് ആ സാധനം നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കും. അത് ചിസൽ നമ്മൾ നമ്മുടെ രൂപത്തിലേക്ക്. ദാറ്റ് ഈസ് ദ 5-year time which I got. I mean അതിനുശേഷമാണ് you have a specific style. ഇപ്പം ഇവർ വിവാഹിതരായാലും എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പകൽ നക്ഷത്രങ്ങൾ എടുക്കുമ്പോൾ you have
യു ഹാവ് ക്രിയേറ്റഡ് സംതിങ് ഓഫ് യുവർ ഓൺ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആളുകൾ വന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നു. ആദ്യമൊക്കെ നമുക്കതൊരു ഡിപ്രസിങ്, സോ നമ്മൾ ഇത് വേണമെന്ന് ചെയ്യുന്നതല്ലല്ലോ, നമുക്കത് അബോധമായി വന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. അടുത്തത് അതിലും വലിയ പേഴ്സണൽ ക്വസ്റ്റൻ ആണ്. ഒരു ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യുമ്പോഴേ ബോൾഡ് ആയിട്ടൊരു 16 ഫോണ്ടിൽ ആൾക്കാർ ചോദിക്കുന്ന ഇസ് അനൂപ് മേനൻ മാരിഡ്, പെമ്പിള്ളേരായിരിക്കും. സോ ഈ ഇങ്ങനെ ഇത്രയും വലിയ ഫീമെയിൽ ഫാൻ ഫോളോയിങ് എങ്ങനെയാണ് താങ്കൾ ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടോ? ഞാൻ കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെവിടെ? ഇല്ല, ഞാനിവരെ കാണുന്നില്ല. എനിക്ക് ഇന്റർനെറ്റ്, ഒന്നാമത്തെ കാര്യം ഞാനൊരു ഇമെയിൽ സാവി അല്ല, എനിക്ക് നോട്ട് ടെക്നോ സാവി അറ്റ് ഓൾ. അദ്ദേഹത്തിന്റെ അഡ്രസ് എവിടെ? ഇതൊക്കെ ഞാൻ ബ്ലോഗിങ്ങിലാണ് വന്നിരിക്കുന്നത്. അഡ്രസ് എവിടെ? നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ഞാൻ തിരിച്ചയച്ചു. എന്നെ കുറിച്ച് ഇത്രയധികം അന്വേഷണങ്ങൾ ഈ ഒരു പുതിയ മേഖലയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. 5 കൊല്ലത്തിന് ശേഷം where do you see yourself? ഐ ഡോണ്ട് പ്ലാൻ 5 കൊല്ലത്തിന് ശേഷം എന്നുള്ളത് പോയിട്ട് നാളെ വേറെ ഐ ഡോണ്ട് നോ വേർ മൈ നെക്സ്റ്റ് മീൽ കം ഫ്രം. അടുത്ത ദിവസത്തെ ഭക്ഷണ കാര്യം പോലും എനിക്കറിയില്ല, പിന്നല്ലേ 5 കൊല്ലത്തിനപ്പുറം. ഐ ഡോണ്ട് പ്ലാൻ അറ്റ് ഓൾ. ഐ ഡോണ്ട് പ്ലാൻ എന്നുള്ളതല്ല, ഞാനത് ചിന്തിക്കാറില്ല. എനിക്ക് നാളെ ഇപ്പം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ എനിക്കില്ലല്ലോ. ഇന്ന് ഐ എം കണ്ടന്റ്, ഐ എം വെരി കണ്ടന്റ് അറ്റ് ദിസ് മൊമെന്റ്. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. That's what counts, no? Right. But straight award becomes ഒരു കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി കൂട്ടുമോ, അതോ യു ബിക്കം ചാലഞ്ചിങ്? എന്നോട് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയം. എടോ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. അതായത് ആരെങ്കിലും ഇനി ഈ എന്തിനാടോ പണിക്ക് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ ഇത് പൊക്കി കാണിച്ചു കൊടുക്കുക, ഇതാണ് സാധനം, മനസ്സിലായില്ലേ, ഇതാണ് ഈ ഇറങ്ങിയത് എന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പോലെ, മോർ ദാൻ എ റെക്കഗ്നിഷൻ, ഇറ്റ്സ് എ വിൻഡിക്കേഷൻ, ഒരു ശരിവെക്കലാണ്. ഇവിടെ പഠിച്ച് ഇറങ്ങി വെളിയിലിറങ്ങി ഞാൻ നടനാവും എന്ന് പറഞ്ഞ എന്നോട് ഞാൻ കൊടുക്കുന്ന ഒരു വെരിഫിക്കേഷൻ. ഒരു ലോ കോളേജിൽ വന്ന് ഇത്രയും സംസാരിക്കാം, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ആൻഡ് വിത്ത് യുവർ മെമ്മറീസ്, ഈ നൊസ്റ്റാൾജിയും എല്ലാം, ഒരു തിരക്കിളപ്പ് നേരത്തിലൊരു നല്ലൊരു അനുഭവം എനിക്ക്. വെരി ഹാപ്പി ടു നോ ദാറ്റ്. താങ്ക് യു വെരി മച്ച്. കൂടാതെ ഇത്രയും നല്ലൊരു അറിവ്, അതായത് എനിക്ക് ഇത്രയും ഒരു മറു ലോകത്ത് എനിക്ക് ഇത്രയധികം കൂട്ടുകാരികളുണ്ടെന്ന് അതിപ്പോഴും മനസ്സിൽ കയറിണ്ടല്ലേ, പരിപാടി തീരാറായി. ഞാനിത് ഇറങ്ങിയിട്ട് അടുത്ത പോകുന്ന ബ്രൗസിംഗ് സെന്ററിലേക്കാണ്.